ഗായ്സ് വെൽക്കം ബാക്ക് ടു കിഡി ക്രൈറ്റ്സ് ബൈ ഫറൈഫ്ര. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 2 ആണ്. അപ്പോൾ ഫസ്റ്റ് പറയാം. അപ്പോൾ ഗ്രാനി 2-ൽ ഞാൻ എസ്കേപ്പ് ആവുമെന്ന് എനിക്ക് നല്ല സംശയം. എസ്കേപ്പ് ആവില്ലെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. കാരണം അങ്ങനെയാണല്ലോ, ഗ്രാനി 1-ൽ ഞാൻ എസ്കേപ്പ് ആയിട്ടില്ല. വെറുതെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെന്നുള്ളൂ. അല്ലാണ്ട് എസ്കേപ്പ് ആവാൻ ഞാൻ നോക്കാം. എന്ത് എസ്കേപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ പറയില്ല, കാരണം എന്തായാലും എസ്കേപ്പ് ആവില്ല. എനിക്ക് പക്ഷേ കഴിഞ്ഞ ഗ്രാനി 2 കളിച്ചപ്പോൾ ഞാൻ യൂട്യൂബിലിട്ടിട്ടില്ല. കഴിഞ്ഞ ഗ്രാനി 2 കളിച്ചപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ കുറേ സാധനങ്ങൾ കിട്ടി. ബട്ട് ഹെലികോപ്റ്റർ മാനുവൽ മാത്രം കിട്ടിയില്ല. അതുകൊണ്ട് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചു. അതുണ്ടായത്. അത് എസ്കേപ്പ് ആയതൊക്കെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിൽ നിന്നാണ്. ബട്ട് ഹെലികോപ്റ്റർ മാനുവൽ ഇല്ലെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റില്ല കേട്ടോ ഹെലികോപ്റ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മേലൊക്കെ നോക്കണം. ഇങ്ങനെ എവിടെയെങ്കിലും എത്തി നോക്കണ്ടോ. ഫസ്റ്റ് ടൈം ഒന്നല്ല കേട്ടോ, ഞാനിത് കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാവണ ഗ്രാൻഡ് പെതാ. ആ പാട്ടുണ്ടായിക്കോ. ഇതിൻ്റെ കാണുന്ന പാട്ട് ഈ ഗ്രാൻഡ് പാരയും കാണില്ല. അപ്പം നല്ല അടിപൊളി പാട്ട് വരും കേട്ടോ. പിക്ചർ പീസ് മാത്രമേ ഞാൻ ആ ഷോർട്ട് ഗണ്ണ് പ്രതീക്ഷിച്ചു. ഓക്കെ, ഇനി ഉണ്ടാവാനുള്ള സാധ്യത മേലത്തെ റൂമാണ്. ആ പിങ്ക് ബെഡ്ഷീറ്റ് പിടിച്ച റൂം നിങ്ങൾക്കറിയോ? എനിക്ക് മേലെ 2 ബെഡ്റൂം ഇല്ലേ, അതിൽ എന്താ ആരുടെ മുറിയാന്ന് എനിക്കറിയില്ല, ഗ്രാൻഡ് പെൻ്റെ തോന്നുന്നു. എനിക്ക് എന്താ ഇങ്ങനെ റൂമുകളൊന്നും ആരുടെയെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് മെല്ലെ പോവാ. ഗ്രാനി ഇവിടെ ഒളിച്ച് കണ്ടു. പിയാനോ ഗ്രാൻഡ് ഇവിടെ. അയ്യോ വിളിച്ചിരിക്കട്ടെ, എനിക്ക് നല്ല പേടിയൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ നന്നായി കളിക്കും. അപ്പം നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുക. അയ്യോ ഓക്കെ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ ഒളിഞ്ഞു നോക്കാറുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ. ഗ്രാനിയും പോയോ? 2 പേരും ഒളിഞ്ഞു നിൽക്കാറുണ്ട്. മേലക്കാണ് അപ്പോൾ ഗ്രാനി വയ്ക്കുന്നത്. താഴെ ആരുമില്ല കേട്ടോ. ഗ്രാൻഡ് മേലെയായിരുന്നു. ഒന്നും വെച്ചിട്ടില്ല. എവിടെയും ഞാൻ ഇപ്പോൾ കളിച്ചത് 2 പേരും മേലെ ഉണ്ടാവുക. അപ്പോൾ അവർ 2 പേരും ഒപ്പം വരികയാണെങ്കിൽ ഞാൻ താഴത്ത് പോയിട്ട് ഒളിക്കും. ഇതാണ് എൻ്റെ ഐഡിയ. ഇങ്ങനെ ഇപ്പം അധികം ഇങ്ങനെ തലയിട്ട് നോക്കാറില്ല കട്ടിൻ്റെ ഇടയിൽ കൂടെ. നമുക്കതൊന്ന് ചെയ്ത് നോക്കണോ? വെറുതെ ഡേയ്സ് കളയണ്ടല്ലേ. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ എവിടെയും ചെക്ക് ചെയ്തിട്ടില്ല. അവരിനെ ഇങ്ങനെ വട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പം ഗ്രാൻഡ് ഇറങ്ങി വരും ഉറപ്പാണ്. വീണ്ടും കണ്ട് തള്ളാം. കഷ്ടമുണ്ട് കേട്ടോ. ഇതിന് എന്താ വായ പോലും വൃത്തിയില്ല. പിന്നോട് എത്ര കണ്ണിങ്ങനെ വൃത്തിയാണ്. അന്ന് ഞാൻ പറയില്ല ഗ്രാനി 2 ഞാൻ കളിച്ചിട്ടുണ്ടെന്ന്. ഇതാ പോണതാ. ആ ഗ്രാനി 2 ഞാൻ കളിച്ചിട്ടുണ്ട് പറയില്ല ഗൈസ്. അപ്പോൾ എനിക്കിങ്ങനെ മറ്റേ മിന്നൽ അടുപ്പിക്കുന്ന ഷോട്ട് ഗണ്ണ് കിട്ടി. ഞാൻ അതിനെ വെടിവെച്ച് മിന്നലെടുത്ത്. അപ്പോൾ ഗ്രാൻഡ് വരാൻ നിൽക്കണം. എൻ്റെ ആമോ കാണാനല്ല, ആ മറ്റേ അടുപ്പിക്കുന്ന ഷോട്ട് ഗണ്ണിലിടുന്ന ആമോ കാണാനല്ല. ആമോ തപ്പുമ്പോഴേക്കും ഗ്രാനി ചത്തു വീണു. നോക്കുമ്പോൾ ഗ്രാനിൻ്റെ വായ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ. ഞാൻ കണ്ട് കുറേ ചിരിച്ചു. തള്ള മാറി തരുന്നില്ല. മാറി തരാണ്ട്
ഗ്രാൻഡ് എന്നെ വടിയും കൂടെ അടിച്ചു. ഞാൻ ചത്തു. ചാവുമ്പോഴാണ് എൻ്റെ പല്ലിരുന്ന് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ കുറേ പേരും ചിരിച്ചു. എനിക്കേ അറിയില്ല, ഞാൻ 1 മണിക്കൂർ ചിരിച്ചിട്ടുണ്ടാവും. നല്ല ട്രാപ്പൊക്കെ ഇട്ട് പോയിക്കുന്നു കേട്ടോ. ഉള്ള 2 സ്ഥലത്തും ട്രാപ്പ്. ഇത് പണി പാളും. ഗ്രാനിയോടുന്നാ പെട്ടെന്നോ തല്ലി ഇതല്ലേ. ഇപ്പൊ ഗ്രാൻഡ് വന്ന ഞാൻ പെട്ടു. ഗ്രാൻഡ് കുറച്ച് ചെവിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഡോർ ലോക്ക് കൊണ്ട് എന്താ ചെയ്യാൻ? നിങ്ങൾക്ക് അത് തീരെ അറിയില്ല. നാടൻ വെച്ച് പോയതാണ്. മൺപാളി ഇല്ല, മൺപാളിയില്ല. എനിക്ക് ഈ സ്ഥലം മാത്രമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കും. Oh my god guys, I'm so afraid of them. അയ്യോ ഞാൻ പേടിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് നമ്മൾ ബേബി ഇൻ യെല്ലോ ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോ. ഇതിപ്പോൾ ഞാൻ ഗ്രാനി 2 എൻ്റെ ഇഷ്ടത്തിന് കളിച്ചാണ്. ഇനിയും നിങ്ങൾ താഴെ റിക്വസ്റ്റ് ചെയ്യുക ഏത് ഗെയിം കളിക്കണം. ഞാൻ പറഞ്ഞുതരാം കുറച്ച് ഗെയിംസിൻ്റെ പേര്. ഒന്ന് ഐസ്ക്രീം മാൻ ഉണ്ട്, ഒന്ന് മറ്റേതും എന്താ പറയുക ബേബി ഇൻ യെല്ലോ, ഒന്ന് ഏതായിരുന്നു എൻ്റെ ഒരു 3 ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഏതാ, ഞാൻ ഹൊറർ ഗെയിംസ് ഒരു 3-4 കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. ബട്ട് ഐസ്ക്രീമിന് നല്ല ക്യൂട്ടാട്ടോ, ഞാൻ കളിച്ചിട്ടുണ്ട്, നല്ല രസമാണ്. ഐസ്ക്രീമേ ഹൊററല്ല, അത് ഒരു ക്യൂട്ടി ഗെയിമാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ബേബി ഇൻ യെല്ലോ കുറച്ച് ഹൊററാണ്. അത് എനിക്കേ അറിയില്ല, ഞാൻ ഇന്നലെ കൂടി കളിച്ചു, ബട്ട് നല്ല പേടിച്ചു. അപ്പം നിങ്ങളെന്തായാലും പേടിക്കും. അപ്പം നിങ്ങൾ ഇതിൻ്റെ താഴെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കളിക്കാം, അല്ലെങ്കിൽ ഞാൻ കളിക്കില്ല കേട്ടോ. ഞാൻ ധൈര്യം പിടിച്ച് പോവാണ്. കാണാനല്ല. അല്ല ആ ട്രാപ്പ് പോയിക്കണല്ലേ. വീട്ടിൽ ട്രാപ്പ്, ഈ തളക്ക് ട്രാപ്പ് ഇടുന്ന പണി. കണ്ണാണ് മേലെ ഗ്രാനി ഉണ്ടാവല്ലേ. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോവാണ്. ഇവർ 2 പേരും എന്നും മേലെ ഉണ്ടാവുക, അതാണ് വളരെ വൃത്തിയായിട്ട പ്രശ്നം. പ്രത്യേകിച്ച് ഗ്രാനി എന്നും മേലെ ആയിരിക്കും. നമ്മൾ തുടങ്ങില്ലേ കളി, ഇങ്ങനെ തുടങ്ങൂല അപ്പം തന്നെ ഗ്രാനി മേലെയും മറ്റേ ഈ ഗ്രാൻഡ് കക്കൂസിലും ആയിരിക്കും. 2 പേര് സ്ഥാനം അതാണ്. അല്ലെങ്കിൽ ഗ്രാൻഡ് അവിടെ ഇങ്ങനെ നിൽക്കും. അല്ലല്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് ഈ സ്ഥലത്ത് നിന്ന് നടന്നു വരും. ഇവിടുന്ന് ഇപ്പം കാണാനില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ എന്തുകൊണ്ടപ്പോൾ സൗണ്ട് ഉണ്ടാക്കാം. ഗൈസ് എനിക്ക് പേടിയാണ്. ഞാൻ കട്ടടി വിളിച്ചു. പിന്നെ എന്നത്തെയും കാര്യമാണല്ലോ കട്ടിലടി ചോദിക്കല്ലോ. അപ്പോൾ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ കട്ടില് എനിക്ക് വയ്യ, ഞാൻ പോവാണ്. ഉണ്ടോ ഡാ തള്ള പോണ്ട്. തള്ളക്കൊരു മൂസലും ഇല്ലല്ലോ. അപ്പോൾ ഗ്രാൻഡ് പേ ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തി.
ഇവിടെ ഇതില്ല പോകാൻ പറ്റില്ല. അയ്യോ ഞാൻ ഫോട്ടോ ഫ്രെയിം തള്ളിട്ടു. സോറി സോറി. അയ്യോ ഐ ആം സോ സോറി. ഞാൻ എത്രയോ പാവം, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനെന്താ ഇത് കൂടെ പൊന്തതാ നിൽക്കണു. എന്താ തള്ളത്ര സ്ലോ. ഇവിടെ നിക്കണ്ട് ഞാൻ തൊട്ടു. ഹായ് പോണ്ട് വരും. കണ്ടു ഇപ്പൊ ഗ്രാൻഡ് വരും. എന്തായാലും തിരിച്ചു പോകാനും പറ്റൂല, കയറാനും പറ്റൂല. അപ്പൊ അത് അടി കിട്ടിയത് കറക്റ്റാണ്, കുഴപ്പമില്ല. ഞാനത് സഹിച്ചിരിക്കുന്നു. Ballerina Cappuccina. Mimi Mimi è la moglie di Cappuccino Assassino e ama la musica la 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 la. La sua passione è il ballerino. നിങ്ങൾക്ക് ഇറ്റാലിയൻ ഇതിനറിയില്ല, എന്താ ക്യാരക്ടേഴ്സോ അറിയില്ല. അതെ ഞാൻ കളിക്കട്ടോ. അയ്യോ അതുപോലെ വരുമോ എനിക്കറിയില്ല. പിന്നെ ഉള്ള ഹൊറർ ഗെയിം മറ്റേ ഇതാണ് കേട്ടോ, സ്കൂൾ ബോയ് റണ്ണവേ. ഇതിലേതാ കളിക്കണ്ട്? ബേബി യെല്ലോ ആണോ, സ്കൂൾ ബോയ് റണ്ണവേ ആണോ, അതാ ഐസ്ക്രീം മാൻ ആണോ? നിങ്ങൾ കാണുന്നില്ല. എനിക്ക് കളിക്കണ്ടോ എന്നത് കൊടുത്തോ. എനിക്ക് കളിക്കണ്ട ഗൈസ്. നിങ്ങൾ കളിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ. Ballerina Cappuccina. Mimi Mimi è la moglie di Cappuccino. ഇതിപ്പോ ആദ്യം പോലെ എടുക്കേണ്ടി വരുമോ? ഒറ്റ കളിച്ചോ, എന്താ ചായക്കോ? ഓ ഇങ്ങനെ ടാപ്പ്, ഓ ഇങ്ങനെ അല്ല അപ്പം ശരി. സോറി. കാരണം പരസ്യം പോണെങ്കിൽ കുറച്ച് പണിയാണ്. ഡേ 3 ആയോ? അയ്യോ ഞാൻ ഡേ 2 ആണെന്ന് വിചാരിച്ചിരിക്കട്ടോ. ഇത് ഡേ 4 ഡേ 5 വെറും 2 ഡേയ്സിനുള്ളിൽ ഞാൻ എന്തായാലും ഇരിക്കില്ല, ഉറപ്പാണ്. ഇവിടെ ആരെങ്കിലും ഒളിഞ്ഞിട്ടുണ്ടോ? തള്ളഗ്രാനി ട്രാപ്പ് ഇട്ടിട്ട് പോയി. എന്താ ഒന്നും പറയാണ്ട് ബാക്ക് കൂടെ വരിക. ഗണ്ണില്ല എന്താടാ പോയിക്കോ, നിന്നോട് ആവശ്യമില്ല. ഓക്കെ ഞാൻ കാല് തൊട്ട് സത്യടാം. പോയിക്കോ തന്തേ, ഇവിടെ ആരുമില്ല. ഗ്രാൻഡ്പാ പോയിക്കോട്ടോ. ഞാൻ സെക്യൂരിറ്റിക്ക് കേസ് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് സെക്യൂരിറ്റിക്ക് എടുക്കാൻ പറ്റൂലേ? എന്താ കണ്ടോ തൊട്ടടുത്തല്ലേ, എന്താ കൈ പിടിച്ച് കൊത്തൊന്നുമില്ലല്ലോ. ഭയങ്കര ചീറ്റിങ്ങോടെയുള്ള കളിയാ. ഇയാൾ പോണില്ല, എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. പോയി ഒളിഞ്ഞിക്കോ, ഗ്രാൻഡ്പാട് ഒളിഞ്ഞിക്കോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിൽക്കാം.
എല്ലാം മൂക്കടപ്പും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാറുണ്ട് എങ്ങനെയാണ്. കടക്കാണ് ഗൈസ്, ഞാൻ കടക്കാണ് പുതപ്പ് മീൻസ് എനിക്കിപ്പോൾ എന്താ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രാനി കേട്ടോ ഇങ്ങനെ ഒളിച്ചിക്കുക. അതാ ചന്തിക്കുറുക്കൻ ബെല്ലടിച്ച് ഗ്രാനിനെ വിളിക്കപ്പോൾ ഗൈസ് എനിക്കൊരു ഹെലികോപ്റ്റർ കിട്ടിട്ടോ. എന്താ പാട്ട് ഗ്രാൻഡ്പൻ്റെ. ആ പാട്ടിന് ആദ്യം അവാർഡ് കൊടുക്കണം. ഗൈസ് രണ്ടുപേരെ പിന്നാലെ വരിക. ഞാൻ എന്ത് തെറ്റാണ് ഗ്രാൻഡ് പാ നിങ്ങളുടെ അടുത്ത് ചെയ്തത്? ഞാൻ മേരക്ക് കയറിയിട്ട് കൂടെ ഇല്ല. എനിക്ക് ആ ഷോക്ക് അടിപ്പിക്കുന്ന ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഞാൻ കൊല്ലും. അതൊന്ന് കിട്ടാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ വെപ്പൺ കീ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ നിങ്ങളൊക്കെ ഞാൻ തകർക്കും. അന്ന് കളിച്ചൊരു ചീറ്റിംഗ് ഉണ്ടായിട്ടാണ് പിന്നെ ഞാൻ അതിന് പോയിട്ട് പുറപ്പെടാത്തത്. ഇയാൾ ഇവിടുന്ന് തന്നെ വന്നു മൊട്ടത്തല. നന്നായി, ഇവിടെ ഗ്രാനി ഉണ്ടാവും ഉറപ്പാണ്. ഗ്രാനി അവിടെ ഉണ്ട്. സ്ക്രീൻ റെക്കോർഡ്. ഗൈസ് അപ്പം ഞാൻ ചത്തുവിട്ടു, സോറി ഞാൻ കാണിക്കാൻ മറന്നു. അപ്പം എത്രാമത്തെ ഡേ ആയി? 5ാമത്തെ തോന്നുന്നു, 5ാമത്തെ തോന്നുന്നു കേട്ടോ. ഗൈസ് ഈ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കരയാണ് ഗൈസ്. എനിക്ക് കളിക്കണ്ട. ഇടക്കിടക്ക് ഇങ്ങനത്തെ ഒരു പ്രാന്ത് വരും. ആ പ്രാന്ത് എനിക്ക് തീരെ ഇഷ്ടമില്ല. വീണ്ടും ഡേ 5 ലാസ്റ്റ് ഡേ. അപ്പം ലാസ്റ്റ് ഡേക്ക് പോവാണ്. എന്തായാലും ഞാൻ ചാവാൻ പോവാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി എങ്ങനെ ചാവണമെന്ന് നോക്കാം, അല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ജീവിതത്തിൽ മീൻസ് നിങ്ങളുടെ കൂടെ കളിക്കുമ്പോഴൊന്നും ഞാൻ ജീവിതത്തിൽ മേലെ കയറിയിട്ടില്ല. അപ്പം ഞാനിന്ന് ധൈര്യം പിടിച്ചിട്ട് മേലെ കയറാൻ പോവാണ്. ഐഡിയ വർക്കാവൂല. ആ കുട്ടി ഇത് മതിയല്ലോ. ഇനി വരുന്നു രണ്ടുപേരും. അയ്യോ എന്നെ കാണാൻ. ബ്ലഡ് കണ്ടോ? എല്ലാവരും കൂടി എന്നെ ആത്മഹത്യ ചെയ്യാൻ നോക്കുകയാണ്. എന്നെ കട്ടുള്ളി തലട്ട് നോക്കുമ്പോ കൊന്നേ. എനിക്കറിയായിരുന്നു നിങ്ങളെല്ലാവരും കൂടി എനിക്ക് കൊല്ലുന്നു. അപ്പം ഞാൻ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം. വേണ്ടല്ലോ, എനിക്കേ ഭ്രാന്ത് പിടിച്ചു കഴിച്ചു. അപ്പം എനിക്ക് ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പ്രാവശ്യം. ഇത് പുതിയ കൊല്ലാണല്ലോ. ഈ കുഞ്ഞിക്കുട്ടിയാണ് എന്നെ കൊല്ലാൻ പോണത്. അതെന്ത് കൊല്ലണ? ആ ലെഗ് പീസ് ആയിട്ട് നിന്നത് എന്നെ ആയിരിക്കുമല്ലോ കേട്ടോ തിന്നത്. പൊട്ടത്തരല്ലാണ്ട് ഈ രണി അല്പം ചെയ്യില്ല കേട്ടോ. 2 പൊട്ടന്മാർ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗ്രാനി? സൂപ്പറല്ലേ? എന്തായാലും ചാവാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ കളിച്ചതും ഇങ്ങനെ കുറച്ച് കോപ്രാക്ടങ്ങളൊക്കെ കാണിച്ചത്.
അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. പിന്നെ ബെൽ ബട്ടണും കൂടി അടിച്ച് പൊട്ടിച്ചോ. ബൈ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബേബി ഇന്ത്യയിലോ അങ്ങനത്തെ ഗെയിംസൊക്കെ ഇനിയും കളിക്കാം. അപ്പോൾ പിന്നെന്താ, ബൈ.